മലപ്പുറത്ത് നടന്ന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന അദാലത്തിൽ 122 പരാതികൾ പരിഗണിച്ചപ്പോൾ 99 എണ്ണത്തിലും പരിഹാരമായി. കമ്മീഷൻ അംഗങ്ങളായ ടി.കെ. വാസു, അഡ്വക്കേറ്റ് സേതുനാരായണൻ എന്നിവരാണ് അദാലത്തിന് നേതൃത്വം നൽകിയത്. 122 പരാതികൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ പരിഗണിക്കുകയും പരിഗണിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ പരാതികളിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വിഭാഗത്തിലുള്ള പരാതികൾ 36 പരാതികൾ റവന്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി, പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 26 പരാതികളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി 30-ലേറെ പരാതികൾ. അങ്ങനെ വരുമ്പോൾ ഈ പരാതികൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ടാണ് അദാലത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് പരാതിയുണ്ട്, നിരവധിയായിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ടു അതിൻ്റെ ഉദ്യോഗസ്ഥ രംഗത്തുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള പരാതികളുണ്ട്. അങ്ങനെ വിവിധ പരാതികളുടെ ഭാഗമായിട്ട് ഈ 122 പരാതികളിൽ 2018 പരാതി 2 എണ്ണവും, 2019 3 പരാതിയും, 2020 11 പരാതികളും അടക്കമുള്ള 122 പരാതികളാണ് കൈകാര്യം. ഇന്നലെ നടത്തിയ ഞങ്ങൾ പരിഗണിച്ചത് 64 പരാതികളാണ്. ഈ 64 പരാതികളിൽ 49 പരാതികൾക്ക് പൂർണ്ണമായ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കഴിയും. ചില പരാതികൾ കുറെ കൂടി അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ടുകളും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പരാതികൾ മാറ്റിവെക്കുകയാണ്. അപ്പോൾ 49 പരാതികൾ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് പരിശോധിച്ച് പരിഹരിക്കാനായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടു. ഈ കേസിൽ നേരത്തെ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. തിരൂർ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അദാലത്തിൽ ലഭിച്ച പരാതികളിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 36 പരാതികൾ. അദാലത്തിൽ പരിഹാരം കണ്ട പരാതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭിന്നശേഷിക്കാരനായ ഒരാൾക്ക് വീൽ ചെയർ കൊണ്ടുപോകാൻ വഴി ആവശ്യപ്പെട്ടു നൽകിയ അപേക്ഷ. സ്ഥലമുടമ 3 അടി വീതിയിൽ 30 മീറ്റർ നീളത്തിൽ വഴി നൽകാൻ സമ്മതം അറിയിച്ചു. ഇത് അളന്ന് തിട്ടപ്പെടുത്താൻ പഞ്ചായത്ത് അധികൃതരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കമ്മീഷൻ സെക്ഷൻ ഓഫീസർ വി വിനോദ് കുമാർ, പട്ടികജാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം.